അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസാ നബി അലൈഹിസ്സലാം, മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്നിവരുടെ ചരിത്രകഥ തുടർന്ന് കേൾക്കുക. അങ്ങനെ ഉമ്മയും മകനും വർഷങ്ങളോളം ഈജിപ്തിൽ താമസിച്ചു. പിന്നീട് അവർ ഫലസ്തീനിലേക്ക് വന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം വളർന്നു വലുതായി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ തുടങ്ങി. അതോടെ എതിർപ്പുകളുടെ ശക്തിയും പ്രാപിച്ചു. ഈ കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാം അനേകം മുഅ്ജിസത്തുകൾ കാണിച്ചിട്ടുണ്ട്. തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും വളരെയേറെ പുരോഗമിച്ച കാലമായിരുന്നു അത്. അതിനെയെല്ലാം വെല്ലുന്ന മുഅ്ജിസത്തുകളാണ് ഈസാ നബിയിൽ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സത്യപ്രബോധനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വലിയൊരു വിഭാഗം ജനങ്ങൾ എതിർത്തു. അവർ അക്കാലത്തെ കാഫിറുകളാണ്. മഹാഭൂരിപക്ഷവും അവരോടൊപ്പം ആയിരുന്നു. ഒരു സന്നിധഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കുവാൻ ആരുണ്ട്? ഒരു വിഭാഗം ജനങ്ങൾ ആവേശത്തോടെ മറുപടി നൽകി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങയെ സഹായിക്കുവാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. അങ്ങ് സാക്ഷ്യം വഹിക്കുക. ഈ പ്രഖ്യാപനം നടത്തിയവരാണ് ഹവാരികൾ. അവർ 12 പേരായിരുന്നു. ഹവാരികൾ അലക്കുകാരായിരുന്നു എന്നായിരുന്നു ചിലർ അഭിപ്രായപ്പെടുന്നത്. അവർ മത്സ്യത്തൊഴിൽ നടത്തുന്നവരാണെന്ന് മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. മഹാഭൂരിപക്ഷം എതിരായിരുന്നിട്ടും ഹവാരികൾ സത്യസാക്ഷ്യം വഹിച്ചു. അവരുടെ ഈമാൻ ശക്തമായിരുന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഹവാരികളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അഹ്സാബ് യുദ്ധം തുടങ്ങാറായ കാലഘട്ടം. ആ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ നബി തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചു. സുബൈർ റളിയല്ലാഹു അൻഹു ആ ക്ഷണം സ്വീകരിച്ചു മുൻപോട്ട് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ അവരോട് പറഞ്ഞു, എന്റെ ഹവാരിയാണ് സുബൈർ. ഈസാ നബി അലൈഹിസ്സലാമിന് നേരെ കള്ളപ്രചരണങ്ങൾ നടന്നു. നബിയെ വ്യഭിചാരപുത്രൻ എന്നുവരെ വിളിച്ചു. ചെപ്പടി വിദ്യ കാണിക്കുന്നവൻ, കള്ളൻ പ്രചരിപ്പിക്കുന്നവൻ, വ്യാജൻ എന്നുവരെ അവർ വിളിച്ചു. മതം നശിപ്പിക്കുന്നവൻ, കുഴപ്പക്കാരൻ എന്നെല്ലാം അവർ വിളിച്ചു. അതെല്ലാം ഫലിക്കാതെ വന്നപ്പോൾ അവർ കുരിശിൽ തറച്ചു കൊല്ലുവാൻ അവർ തീരുമാനമിട്ടു. ഇതിനെക്കുറിച്ചുള്ള ബൈബിൾ വിവരണം ഇപ്രകാരമാണ്. ബിലാത്തോസ് രാജാവായിരുന്നു അന്ന് ബൈത്തുൽ മുഖദ്ദസ് ഭരിച്ചിരുന്നത്. അദ്ദേഹം റോമൻ കൈസറുടെ കീഴിലായിരുന്നു. ശത്രുക്കൾ ബിലാത്തോസ് രാജാവിന്റെ അരികിലെത്തി. ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ധാരാളം ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ റോമൻ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നു, യഹൂദരുടെ രാജാവാകുവാൻ ശ്രമിക്കുന്നു. ബിലാത്തോസ് വിഗ്രഹാരാധകനായിരുന്നു. അദ്ദേഹം ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു വരുത്തി സംസാരിച്ചു. ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് രാജാവിന് ബോധ്യമായി. ഇങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ അവിടുന്ന് വെറുതെ വിടുകയും ഈസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അവരുടെ തന്ത്രം പൊളിയുമെന്ന് കണ്ടപ്പോൾ അവർ ഒച്ചവെക്കുവാൻ തുടങ്ങി, അവനെ കുരിശിൽ തറക്കുക. അവൻ ബിലാത്തോസിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അവനെ വെറുതെ വിട്ടാൽ ഞങ്ങൾ റോമൻ കൈസറെ കാണാൻ പോവും. നിങ്ങൾക്കെതിരെ പരാതി നൽകും. നിങ്ങൾക്കെതിരെ നടപടിയുണ്ടാവും. നിങ്ങളുടെ രാജപദവി നഷ്ടപ്പെടും. അതെല്ലാം സംഭവിക്കാതിരിക്കുവാൻ ഒറ്റ മാർഗമേയുള്ളൂ, ഈസാ നബിയെ വധിക്കുക. നിരപരാധിയായ അദ്ദേഹത്തെ വധിക്കുവാൻ രാജാവിന് മനസ്സ് സമ്മതിച്ചില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ന്യായപ്രമാണമായ തൗറാത്ത് അനുസരിച്ച് നിങ്ങൾ തന്നെ അത് വിധിക്കുക. ഈ നിരപരാധിയുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ ആ പാപത്തിൽ നിന്നും ഒഴിവാണ്. ശത്രുക്കൾ അതൊന്നും അംഗീകരിച്ചില്ല. ജനങ്ങളുടെ നിർബന്ധത്തിന് രാജാവ് വഴങ്ങേണ്ടി വന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ഒരാൾ യഹൂദന്മാരിൽ നിന്ന് 30 വെള്ളി വാങ്ങി അവരെ ഒറ്റുകൊടുക്കുവാൻ വേണ്ടി വാക്ക് കൊടുക്കുവാനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് യൂദാസ് എന്നായിരുന്നു. ഹവാരികൾ ഹൃദയസ്പർശിയായി നടത്തിയ ഒരു പ്രാർത്ഥന ഖുർആനിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ റബ്ബേ, നീ അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ റസൂലിനെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നീ ഞങ്ങളെ സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തേണമേ. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിന്റെ പേര് സൂറത്തുൽ മാഇദ എന്നാണ്. മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത്. മാഇദ എന്ന വാക്കിന്റെ അർത്ഥം ഭക്ഷണത്തളിക എന്നാണ്.
ഈ സൂറത്തിലെ 115-ാമത്തെ വചനത്തിലാണ് ഭക്ഷണത്തളികയെ കുറിച്ച് പറയുന്നത്. സുപ്ര എന്നും പറയപ്പെടും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സഹായികളാണല്ലോ ഹവാരികൾ. അവർ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്, മുഅ്മിനീങ്ങളാണ്. അള്ളാഹു സർവശക്തനാണ്, എന്തിനും കഴിവുള്ളവനാണ്. അവൻ ആകാശത്തു നിന്നൊരു ഭക്ഷണത്തളിക ഇറക്കി തരുമോ? അതിനെക്കുറിച്ച് നബിയോട് അവർ സംസാരിക്കുവാൻ തീരുമാനിച്ചു. ആകാശത്തു നിന്നും ഒരു ഭക്ഷണത്തളിക ഇറങ്ങുക, അതിൽ നിന്ന് അവർ ഭക്ഷിക്കുക. ഹവാരികൾക്ക് അങ്ങനെയൊരു ആഗ്രഹം വന്നുപോയി. പ്രവാചകൻ ആവശ്യപ്പെട്ടാൽ അള്ളാഹു ആ തളിക ഇറക്കി തരുമോ? അതിന് സാധ്യതയുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ പ്രവാചകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങൾ സത്യവിശ്വാസികളല്ലേ? അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്! ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സൂക്ഷിക്കണം. അതിന് അവർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. അവർ പറഞ്ഞു: ഞങ്ങൾ അതിൽ നിന്നും ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനം അടയുവാൻ വേണ്ടിയും താങ്കൾ ഞങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയും ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുവാൻ പെട്ടവരായി തീരുവാൻ വേണ്ടിയും ആണ് തളിക ഇറക്കുവാനായി അങ്ങയോട് ആവശ്യപ്പെട്ടത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന് വിശദമായ ആശയം നൽകിയിട്ടുണ്ട്. ഭക്ഷണത്തളിക ആവശ്യപ്പെടുവാനുള്ള കാരണം അതിൽ വ്യക്തമാണ്. അതിൽ ഒന്നാമത്തേത് അതിൽ നിന്ന് ഭക്ഷിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ്. 2, ഞങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാവണം. 3, ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന കാര്യങ്ങളിൽ ദൃഢവിശ്വാസമുണ്ടാവണം. 4, ഈ അപൂർവ സംഭവത്തിന് ഞങ്ങൾ ദൃക്സാക്ഷികളാവണം. വെറും സാക്ഷികളല്ല, അനുഭവജ്ഞാനത്തിലൂടെയുള്ള ദൃക്സാക്ഷികൾ. ഹവാരികളുടെ ആവശ്യം സദുദ്ദേശപരമാണ്. അതുകൊണ്ട് ഭക്ഷണത്തളികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഉത്സവം പോലെ സന്തോഷപരമായ അനുഭവം. ഇക്കാലത്തുള്ളവർക്കും വരും തലമുറകൾക്കും ഇതൊരു സന്തോഷമായ ഓർമ്മകളാവണം. അപ്പോൾ ഈസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അള്ളാഹുവിൽ നിന്നും കിട്ടിയ മറുപടി ഇതായിരുന്നു: ഭക്ഷണത്തളിക ഇറക്കിത്തരാം. അതിനുശേഷം നിങ്ങളിൽ നിന്ന് സത്യനിഷേധം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഇതിനു മുൻപ് മറ്റാർക്കും കിട്ടാത്ത കഠിനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതെല്ലാം ഹവാരികൾ സമ്മതിച്ചു. ശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാണാം. എങ്ങനെ മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു: ഞങ്ങളുടെ റബ്ബേ, ആകാശത്തു നിന്ന് നീ ഞങ്ങൾക്കൊരു ഭക്ഷണത്തളിക ഇറക്കി തരണമേ. ഞങ്ങളിൽ ആദ്യമുള്ളവർക്കും അവസാനമുള്ളവർക്കും ഈദ് അഥവാ പെരുന്നാൾ ആവുവാനും നിന്റെ പക്കൽ നിന്നുള്ള ദൃഷ്ടാന്തമാവുവാനും വേണ്ടി ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകണമേ. ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് നീ. ഭക്ഷണത്തളിക ഇറങ്ങുന്ന ദിവസം ആഹ്ലാദപൂരിതമായിരിക്കും, പെരുന്നാൾ പോലെ. ഇന്നുള്ളവർക്കും ഭാവി തലമുറകൾക്കും ആഹ്ലാദഭരിതം. ഉപജീവന മാർഗം വേണം, ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം വേണം, അധ്വാനത്തിനനുസരിച്ച് വേതനം വേണം. ജീവിതം സങ്കടത്തിലാവരുത്. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തളിക ഇറക്കി തരാം. പിന്നീട് നിങ്ങളിൽ നിന്നും ആരെങ്കിലും സത്യനിഷേധികളായാൽ ലോകരിൽ ഒരാളും അനുഭവിക്കാത്തത്ര കഠിനമായ ശിക്ഷ ഞാൻ അവർക്ക് നൽകുന്നതാണ്. അങ്ങനെ അവർ കാത്തിരിപ്പായി, ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പ്. തളിക ഇറങ്ങി, സന്തോഷം അണപൊട്ടിയൊഴുകി. തളികയുടെ മൂടി മാറ്റി, ആകാംക്ഷ നിറഞ്ഞ കണ്ണുകൾ അങ്ങോട്ട് നീങ്ങി. അപ്പവും മത്സ്യവും പഴങ്ങളും എല്ലാവരും കഴിക്കുവാൻ ഇരിക്കുന്നു. വേണ്ടുവോളം എല്ലാവരും കഴിച്ചു തൃപ്തരായി. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തി. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്: അലക്കുകാരായ കുറെ പേർ ഈസാ നബി അലൈഹിസ്സലാമിനോട് കൂടെ ചേർന്നു. ഹൃദയ ശുദ്ധീകരണത്തെ കുറിച്ചാണ് അവരോട് സംസാരിച്ചത്. പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചു. ആരാധനാ കർമ്മങ്ങളെല്ലാം അവർ നിർവഹിച്ചു. ക്ഷാമം പിടിപെട്ട ഒരു നാട്ടിൽ അവർ എത്തിച്ചേർന്നു. ജനങ്ങളെല്ലാം പട്ടിണിയിലാണ്. മറിയമിന്റെ മകനെ, ആകാശത്തിൽ നിന്നും ഭക്ഷണം നിറച്ച ഒരു സുപ്ര ഇറക്കി തരുവാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായില്ല. നിങ്ങൾ 30 ദിവസം നോമ്പെടുക്കുക, അതായിരുന്നു നിർദ്ദേശം. അവർ 30 ദിവസം നോമ്പ് നോറ്റു. ഈസാ നബി അലൈഹിസ്സലാം ഒരു കമ്പിളി പുതച്ചു മൈതാനത്തിറങ്ങി. തലമറച്ചിട്ടില്ല. മൈതാനം നിറയെ ആളുകൾ കൂടി. അവിടെ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അതൊരു ഞായറാഴ്ചയായിരുന്നു അത്രേ. 2 മേഘങ്ങൾക്കും മധ്യത്തിൽ ഒരു ചുവന്ന സുപ്ര പ്രത്യക്ഷപ്പെട്ടു. എല്ലാ കൽബുകളും പ്രാർത്ഥനാ നിർഭരമായി. എന്നെ നന്ദിയുള്ള അടിയാർകളിൽ ഉൾപ്പെടുത്തേണമേ. ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. സുപ്ര ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭൂമിയിൽ വന്നു നിൽക്കുകയും
ഈസാ നബി അലൈഹിസ്സലാം പ്രത്യേകം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ സുപ്രയുടെ മൂടി തുറന്നു. ഒരു മത്സ്യം പാകം ചെയ്തു വെച്ചിരിക്കുന്നു. അതിന് തൊലികളില്ല, മുള്ളുകളില്ല. അതീവ രുചികരമായ മത്സ്യം. മത്സ്യത്തിന്റെ ചുറ്റിലുമായി 12 റൊട്ടികൾ, 5 മാതളപ്പഴങ്ങൾ, കുറച്ച് ഈത്തപ്പഴം, സൈത്തെണ്ണ, തേൻ, ചില സസ്യക്കറികൾ. സുപ്രയുടെ ഒരു വശത്തായി സുർക്കയും നെയ്യും വെച്ചിരുന്നു. ആളുകൾ ആഹാരം കഴിക്കുവാൻ തുടങ്ങി. ആവോളം കഴിച്ചു. ഒരു കുറവും വന്നില്ല. ആളുകൾ വരുന്നു, കഴിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചു. എന്നിട്ടും ആഹാരത്തിന് യാതൊരു കുറവും വന്നില്ല. ആഹാരം കഴിച്ച് രോഗികളുടെ രോഗം മാറി. ആഹാരം കഴിഞ്ഞ ശേഷം സുപ്ര ഉയർന്നു പോയി. അടുത്ത ദിവസവും മധ്യാഹ്നത്തിന് മുമ്പ് സുപ്ര ഇറങ്ങി. ആളുകളെല്ലാം ആഹാരം കഴിച്ചു. അതിനുശേഷം സുപ്ര ഉയർന്നു പോയി. 3-ാം ദിവസവും സുപ്ര ഇറങ്ങി. സുപ്ര ഇറങ്ങിയ ദിവസത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട്. ഒരു ദിവസം മാത്രമേ സുപ്ര ഇറങ്ങിയിട്ടുള്ളൂ എന്ന് ഒരഭിപ്രായം. 3 ദിവസം ഇറങ്ങിയെന്നും ഒരഭിപ്രായമുണ്ട്. 7 ദിവസം ഇറങ്ങിയെന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു. അല്ലാഹു റസൂലുഹു ആലം. സുപ്ര ഇറങ്ങിയ ശേഷം ആരെങ്കിലും സത്യനിഷേധം കാണിച്ചാൽ മുൻപാർക്കും ലഭിക്കാത്തത്ര കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനങ്ങൾ ഭയന്നുപോയി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചു. വിശ്വാസം തെറ്റിക്കുവാൻ അവർക്കാർക്കും ധൈര്യം പോരായിരുന്നു. മറ്റൊരഭിപ്രായമുണ്ട്. ആകാശത്തു നിന്നും ഇറങ്ങിയ സുപ്രയിൽ 7 റൊട്ടിയും 7 പൊരിച്ച മത്സ്യവും ഉണ്ടായിരുന്നു എന്ന് മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട്. ഭക്ഷണം പിറ്റേ ദിവസത്തേക്ക് എടുത്തു സൂക്ഷിക്കരുത് എന്നൊരു കൽപ്പന ഉണ്ടായിരുന്നു. ഇത് വഞ്ചനയാണെന്ന് വിശേഷിക്കപ്പെട്ടു. ചിലർ ആരും കാണാതെ ഭക്ഷണം എടുത്തു ഒളിപ്പിച്ചു വെച്ചു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ അവർ പന്നികളും കുരങ്ങുകളുമായി മാറ്റിമറിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ബന്ധുക്കൾ വെപ്രാളത്തോടുകൂടി ഈസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഓടി വന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ സമീപിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ പന്നികളും കുരങ്ങുകളും വാവിട്ട് കരയുവാൻ തുടങ്ങി. തലയുയർത്തി നബിയെ നോക്കി. സംസാരിക്കുവാൻ കഴിയുന്നില്ല. ആർക്കും അവരെ വേണ്ട. 3 ദിവസം കടന്നുപോയി. എല്ലാവരും പിന്നീട് ചത്തൊടുങ്ങി. അങ്ങനെയും ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അല്ലാഹു റസൂലു ആലം. ആകാശത്തു നിന്നും ഭക്ഷണത്തളിക ഇറക്കി തരുന്നതിന് മുമ്പ് 30 ദിവസം നോമ്പ് നോൽക്കുവാൻ ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു. അവരെല്ലാവരും നോമ്പെടുത്തു. നോമ്പെടുത്തതിന്റെ പിറ്റേ ദിവസം പെരുന്നാൾ അഥവാ ഈദ്. ഖുർആനിൽ ഈദ് എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു. ഭക്ഷണത്തളിക താഴ്ന്നിറങ്ങി ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നിറങ്ങിയപ്പോൾ ബിസ്മില്ലാഹി ഖൈറുർ റാസിഖീൻ, ഭക്ഷണം നൽകുന്നതിൽ ഏറ്റവും ഉത്തമനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ മൂടി തുറന്നത്. ജനങ്ങൾ ഈസാ നബിയോട് പറഞ്ഞു, മറിയമിന്റെ മകനെ, താങ്കൾ ആദ്യം കഴിക്കുക, എന്നിട്ട് ഞങ്ങൾ കഴിക്കാം. അവരോട് കഴിക്കുവാൻ വേണ്ടി നബി ആവശ്യപ്പെട്ടു. ദരിദ്രർ, രോഗികൾ, അവശർ എന്നിവർ ആദ്യം കഴിച്ചു. ധനികന്മാർ പിന്നീട് കഴിച്ചു. ചിലർ ആഹാരം കഴിക്കാതെ മാറി നിന്നു. രോഗികളുടെ രോഗം മാറി, അവശന്മാരുടെ അവശത മാറി. ഇതൊക്കെ കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാതെ മാറി നിന്നവർക്ക് ഖേദകരമായി. 7000-ഓളം ആളുകൾ ഭക്ഷണം കഴിച്ചതായി റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അവസാന ദിവസങ്ങളിൽ ഭക്ഷണം രോഗികൾക്കും പാവങ്ങൾക്കുമായി പരിമിതപ്പെടുത്തി. അത് കഴിഞ്ഞ് സുപ്ര ഇറങ്ങാതെയുമായി. ഈ ചരിത്ര വിവരങ്ങളെല്ലാം ഖുർആനിലും അതിന്റെ തഫ്സീറുകളിലുമായി രേഖപ്പെടുത്തിയ സംഭവങ്ങളാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.